ജേണി വിത്ത് SMJ എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ ഒരു പുതിയ ബൈബിൾ സീരീസ് ആരംഭിക്കുന്നു. ദ സാംസ് സാങ്ച്വറി, സങ്കീർത്തന സങ്കേതം. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിലൂടെയുള്ളൊരു യാത്ര. സങ്കീർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ശക്തിയും നമുക്ക് അനുഭവിച്ചറിയാം. മനുഷ്യജീവിതത്തിൽ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ, ഭയങ്ങൾ, പ്രതീക്ഷകളൊക്കെയും നിറഞ്ഞതാണ്. അതുപോലെ തന്നെ 150 സങ്കീർത്തനങ്ങൾ ഓരോ അനുഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. സങ്കീർത്തനം ദൈവവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓരോ സങ്കീർത്തനങ്ങളും നമുക്ക് പ്രചോദനമാകും. ഈ പരമ്പരയിൽ കൂടി സങ്കീർത്തനങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനത്തിലൂടെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാം. വിശുദ്ധ വേദപുസ്തകത്തിലുള്ള 150 സങ്കീർത്തനങ്ങൾ ഈ സീരീസിൽ കൂടി വളരെ വിശദമായി നമ്മൾ പഠിക്കും. എന്നാൽ ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുവാനാണ്. ദ സാംസ് സാങ്ച്വറി അല്ലെങ്കിൽ സങ്കീർത്തന സങ്കേതം എന്നത് 5 തരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെയും ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതിലൊന്നാമതായി, മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സുരക്ഷിതത്വം. സ്വന്തമെന്ന് കരുതുന്ന ഭവനങ്ങൾ പോലും നമുക്ക് സുരക്ഷിത സ്ഥാനമല്ല. എന്നാൽ വിശുദ്ധ സങ്കീർത്തനത്തെ നമുക്ക് ഒരു സുരക്ഷിത താവളമായി കാണുവാൻ കഴിയും. ദ സാം ഇസ് എ സേഫ് ഹാവൻ. സുരക്ഷാ ബോധ്യം നൽകുന്ന ഒരു ഇടമാണ് സങ്കീർത്തനം. ആശ്വാസം ആഗ്രഹിക്കാത്ത ആരാണ് ഈ ലോകത്തിലുള്ളത്? മനുഷ്യൻ്റെ വാക്കുകൾക്ക് പലപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് പരിധികളുണ്ട്. എന്നാൽ സങ്കീർത്തനത്തെക്കുറിച്ച് 2ാം പോയിൻ്റ് ഇങ്ങനെയാണ്: അത് നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ് ഈസ് എ കംഫർട്ടിംഗ് സെൻറ്റർ. ജീവിതത്തിൽ തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിശ്രമ കേന്ദ്രങ്ങൾ തേടി പോകാറുണ്ട്. അല്പം വിശ്രമിക്കുവാൻ, റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയൊക്കെയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം ഒരു ആത്മീയ വിശ്രമ കേന്ദ്രമാണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ റിട്രീറ്റ്. ഇന്നത്തെ കാലത്ത് മസിൽ ബിൽഡ് ചെയ്യുവാനും ബോഡി ഫിറ്റായി സൂക്ഷിക്കാനൊക്കെയും ജിമ്മിൽ പോകാറുണ്ടല്ലേ. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തി കേന്ദ്രമാണ് സാംസ്. ഇറ്റ് ഈസ് എ പവർ സെൻറ്റർ. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളത്. സങ്കീർത്തനം ഒരു ധ്യാന കേന്ദ്രം കൂടിയാണ്. ഇറ്റ് ഈസ് എ മെഡിറ്റേഷൻ പ്ലേസ്. സാംസ് സാങ്ച്വറി അല്ലെങ്കിൽ സങ്കീർത്തന സങ്കേതം എന്ന ഭാഗം ചിന്തിക്കുമ്പോൾ ഇതൊക്കെയുമാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. അടുത്തത് ദ ഓവർവ്യൂ ഓഫ് സാംസ്, സങ്കീർത്തനങ്ങളുടെ ഒരു അവലോകനം. മനുഷ്യ ജീവിതം വൈവിധ്യമാർന്നതും വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ആത്മീയ അനുഭവങ്ങളുടെയും സമ്മിശ്രമാണ്. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളും ഓരോ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു. പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും നമ്മെ എത്തിക്കുന്നു. മനുഷ്യ ജീവിതത്തിലെ എല്ലാ വികാരങ്ങളും സങ്കീർത്തനങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. സന്തോഷം, ദുഃഖം, വെറുപ്പ്, കോപം, പരാതി, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതൊക്കെയും സങ്കീർത്തനത്തിൽ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. ജീവിതത്തിലെ വ്യത്യസ്തമായ ചിന്തകളും അനുഭവങ്ങളും ഇതിൽ വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. പുരാതന ഇസ്രായേൽ ജനതയുടെ വിവിധമായിരിക്കുന്ന അനുഭവങ്ങൾ സങ്കീർത്തനത്തിൽ വരച്ച് കാട്ടിയിരിക്കുന്നു. അവരുടെ പ്രതീക്ഷകൾ, അവരുടെ വേദനകൾ, അവരുടെ ഞെരുക്കങ്ങൾ ഒക്കെയും ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ദൈവവുമായുള്ള ഇവരുടെ വ്യക്തിപരമായ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയും. ദൈവിക മഹത്വം, ശക്തി, സ്നേഹം, കരുണ, ദീർഘക്ഷമ ഇതിൻ്റെയൊക്കെയും വർണ്ണന ഇതിൽ കാണുവാൻ കഴിയും. ദൈവവുമായുള്ള ബന്ധം എങ്ങനെ പ്രാർത്ഥനയിലും ആരാധനയിലും മെച്ചപ്പെടുത്താം എന്നും സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം എന്താണ്?
വിവിധമായിരിക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, പ്രവചനങ്ങളെക്കുറിച്ച് ഒക്കെയും സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീതിപൂർവമായിരിക്കുന്ന ജീവിതത്തിൽ ജ്ഞാനോപദേശത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മിശിഹ സങ്കീർത്തനങ്ങൾ ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നീതിമാർഗത്തിൽ നടക്കേണ്ടതിന് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ന്യായപ്രമാണങ്ങളുടെ സത്യങ്ങളും ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. ആരാധനകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒന്നാണ്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും, വ്യക്തിപരമായും ഒരു സഭ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ഒരു സമൂഹം എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെയും ബൈബിളിൽ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ വളരെ ആഴത്തിൽ അനുഭവിച്ചറിയുവാനും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവമായുള്ള ബന്ധം മുറിഞ്ഞു പോകാതെ ഇരിക്കുവാൻ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി, സങ്കീർത്തനം എന്ന വാക്കിൻ്റെ ഉത്ഭവം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ സാംസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ സാംസ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിൽ സാമി എന്നും ഗ്രീക്ക് ഭാഷയിൽ അതിനെ സമോയി എന്നും നമ്മൾ വായിക്കുന്നു. എങ്ങനെയാണ് ഗ്രീക്ക് ഭാഷയിൽ സമോയി എന്ന വാക്ക് കടന്നു വന്നത്? നമുക്കറിയാം, പഴയ നിയമ പുസ്തകം എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ സങ്കീർത്തനത്തെ ഇന്നും യഹൂദന്മാർ അവരുടെ വിശുദ്ധ തനാക്കിൽ തെഹില്ലീം എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. തെഹില്ലീം എന്ന വാക്ക് അത് അർത്ഥമാക്കുന്നത് സ്തുതിഗാനങ്ങൾ എന്നാണ്. എന്നാൽ പുരാതന എബ്രായ ഭാഷയിൽ ഹാലേൽ എന്ന വാക്ക്, അതെ, ഹാലേലൂയ എന്ന ഭാഗത്തിൽ നിന്ന് ഹാലേലൂയ എന്ന വാക്കിനർത്ഥം യാഹ്വേ സ്തുതിക്കുക, യഹോവയായ ദൈവത്തെ സ്തുതിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹാലേൽ എന്ന വാക്കിൽ നിന്നുമാണ് തെഹില്ലീം എന്ന വാക്ക് ഉടലെടുത്തിരിക്കുന്നത്. ഹാലേൽ എന്ന വാക്കിന് ചില രൂപമാറ്റങ്ങൾ സംഭവിച്ചാണ് തെഹില്ലീം എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഹാലേൽ എന്ന വാക്കിൻ്റെ ആരംഭത്തിൽ ഒരു അനുബന്ധം, ഒരു പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിനെ താ എന്ന വാക്കും കൂടെ അതിനോട് ചേർക്കുമ്പോൾ തഹല്ലേൽ എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. തഹല്ലേൽ എന്ന അർത്ഥമാക്കുന്നത് സ്തുതി ഗാനം. എന്നാൽ വിശുദ്ധ സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അവസാനം ഒരു സഫിക്സും കൂടെ ചേർത്ത് ഈം എന്ന് ആഡ് ചെയ്തപ്പോൾ തഹല്ലീം എന്നായി. അതിൻ്റെ അർത്ഥം സ്തുതിഗാനങ്ങൾ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും തെഹില്ലീം എന്ന വാക്ക് എങ്ങനെയാണ് ഉടലെടുത്തത്. തെഹില്ലീം എന്ന വാക്ക് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിന് രൂപമാറ്റം സംഭവിച്ചു. ഒരു സംഗീത ഉപകരണത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണ് സാലോ. സാലോ എന്ന വാക്കിൽ നിന്നാണ് സമോയി എന്ന വാക്ക് ഉത്ഭവിച്ചത്. അങ്ങനെ അത് ലത്തീനിലേക്കും പിന്നത്തേതിൽ ഇംഗ്ലീഷിലേക്കും അതിന് രൂപമാറ്റം സംഭവിച്ചു. ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് പോലെ സാംസ് എന്ന വാക്ക് രൂപപ്പെട്ടു. നമ്മുടെ മാതൃഭാഷയിൽ സങ്കീർത്തനം എന്ന വാക്ക് എങ്ങനെയാണ് ഉളവായതെന്ന് നമുക്ക് ചിന്തിക്കാം. 1800-കളിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചു, സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് സ്പിരിച്വൽ നോളജ്. ആ കാലത്താണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിൻ്റെ മലയാള പരിഭാഷ ആരംഭിച്ചത്. വേദപണ്ഡിതന്മാരായിരിക്കുന്ന റെവറൻ ജോസഫ് പീറ്റും റെവറൻ ജോർജ് മാത്തൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ ബൈബിളിൻ്റെ പരിഭാഷ ആരംഭിച്ചത്. 1841 വിശുദ്ധ ബൈബിളിൻ്റെ മലയാള പരിഭാഷയുടെ ആദ്യ പകർപ്പ് നമുക്ക് ലഭിച്ചത്. അതിലാണ് സങ്കീർത്തനം എന്ന വാക്ക് ആദ്യമായി ദൃശ്യമായത്. സങ്കീർത്തനം എന്ന വാക്ക് ഉടലെടുത്തിരിക്കുന്നത് സംസ്കൃത ഭാഷയിലെ സങ്കീർത്തന എന്ന വാക്കിൽ നിന്നാണ്. സങ്കീർത്തന എന്ന വാക്ക് സ്തുതിക്കുക, കീർത്തനം പാടുക എന്നൊക്കെയും അർത്ഥമാക്കുന്നുണ്ട്. അങ്ങനെ എബ്രായ ഭാഷയിലുള്ള തെഹില്ലീമിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് എത്തിയപ്പോൾ
വളരെ രൂപവ്യത്യാസങ്ങൾ സംഭവിച്ചു. അതൊരു കീർത്തനം, നല്ല കീർത്തനം, സങ്കീർത്തനം എന്ന ഒരു അർത്ഥം അതിന് വന്നു. ഓർക്കുക, സങ്കീർത്തനം എന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി സങ്കീർത്തനങ്ങൾ ചരിത്രപരമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ദ ഹിസ്റ്റോറിക്കൽ പീരിയഡ് റിഫ്ലക്റ്റഡ്. സങ്കീർത്തനങ്ങൾ പുരാതന ഇസ്രായേൽ ജനതയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടെ രാജ്യത്തിൻ്റെ വളർച്ചയും തകർച്ചയും ഉയർച്ചയുമൊക്കെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായി സങ്കീർത്തനം ഇതിനൊക്കെയും ഒത്തിരി എവിഡൻസുകൾ നമുക്ക് നൽകുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച്, അവരുടെ തോൽവികളെക്കുറിച്ച്, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ വിജയങ്ങളെക്കുറിച്ചൊക്കെയും ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത വളരെ ദീർഘകാലം മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നു. ദൈവദാസനായിരിക്കുന്ന മോശയെ ആ കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ചു. മിസ്രൈമിലായിരുന്ന ഇസ്രായേലിയരെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്നു. 40 വർഷത്തോളം അവർ മരുഭൂമിയിൽ അലഞ്ഞു. ആ കാലഘട്ടത്ത് അവരെ നയിച്ചത് മോശയായിരുന്നു. മോശ എഴുതിയ സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രായേലിയർ തുടർന്ന് വാഗ്ദത്ത നാടായിരിക്കുന്ന കനാനിലേക്ക് അവരെത്തിച്ചേരുകയും അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം പിന്നത്തേതിൽ 2 വിഭാഗിക്കപ്പെട്ടു. ഈ ഡിവിഷന് മുൻപും പിൻപുമുള്ള കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്, ശലോമോൻ രാജാവ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. ഇതൊക്കെയും ഈ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അകന്നു. തുടർന്ന് ശത്രു രാജ്യങ്ങൾ ഇവരെ കീഴടക്കി. ഇവർ പ്രവാസത്തിലേക്ക് കടന്നുപോയി. പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്. ഇതിൽ ചില ദീർഘമായ വർഷങ്ങൾ ഇവർ പ്രവാസത്തിലായിരുന്നു. എന്നാൽ അവർ യഹോവയോട് നിലവിളിച്ചു. ഇവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി എന്നോണം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. ഈ സംഭവങ്ങളും സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കരത്തിൽ ലഭിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങൾ വളരെ നീണ്ട കാലമെടുത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് BC 1400-കളിൽ മോശ എഴുതിയ സങ്കീർത്തനം തുടങ്ങി പ്രവാസ അനന്തരം മടങ്ങിയെത്തിയ ഇസ്രായേലിൻ്റെ കാലഘട്ടം ഏകദേശം BC 300 വരെ ഉള്ള നൂറ്റാണ്ടുകൾ എടുത്ത് എഴുതപ്പെട്ട ഒരു ഭാഗമാണ് സങ്കീർത്തന ഭാഗങ്ങൾ. 150 സങ്കീർത്തന ഭാഗങ്ങളും യെരുശലേമിലെ 2ാം ദേവാലയ പണിക്ക് ശേഷമാണ് സമാഹരിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ 150 സങ്കീർത്തന ഭാഗങ്ങളെ 5 പുസ്തകങ്ങളായാണ് ഇതിനെ ഒരു ഡിവിഷൻ നൽകിയിരിക്കുന്നത്. യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായിരിക്കുന്ന തനാക്കിൽ ആദ്യ പുസ്തകമായിരിക്കുന്ന തോറ 5 പുസ്തകങ്ങളാണ്. ഇന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളുടെ ക്രമത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഓതർഷിപ്പ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരെ പറ്റിയും ചരിത്രപരമായിരിക്കുന്ന പശ്ചാത്തലങ്ങളെക്കുറിച്ചും അല്പമായി ചിന്തിക്കാം. സങ്കീർത്തനങ്ങൾ ആരെഴുതി എന്ന ട്രഡീഷണൽ ഓതർഷിപ്പിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചില സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങൾ, അതിൻ്റെ ടൈറ്റിലിൽ അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇതിലധികമായി ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുവാൻ കഴിയും. അതേപോലെ തന്നെ ദാവീദിൻ്റെ ഭരണകാലത്ത് പ്രധാന മ്യൂസീഷ്യനായിരുന്ന, സംഗീതജ്ഞനായിരുന്ന ആസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോശയുടെ കാലത്തുണ്ടായിരുന്ന കോരഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഇതിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ദാവീദ് രാജാവിൻ്റെ മകൻ തുടർന്നുള്ള ഭരണം ഏറ്റെടുത്തു. ശലോമോൻ രാജാവ് എഴുതിയ സങ്കീർത്തന ഭാഗങ്ങളും ഇതിലുണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച മോശ എഴുതിയ സങ്കീർത്തനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ജ്ഞാനികളായിരുന്ന 2 എഴുത്തുകാരും ഇതിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. എസ്രാഹിനായിരിക്കുന്ന ഏതാനും, എസ്രാഹിനായിരിക്കുന്ന ഹേമാനും. ചില സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാർ ഇപ്പോഴും അജ്ഞാതരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 സങ്കീർത്തനങ്ങൾ 5 പുസ്തകങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ഒന്നാം പുസ്തകം 1-ാം സങ്കീർത്തനം തുടങ്ങി 41-ാം സങ്കീർത്തനം വരെയാണ്. ഇതിൽ പ്രധാനമായി പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവഭക്തി, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ദൈവിക അനുഭവങ്ങൾ, ധാർമ്മികത, ഇങ്ങനെയുള്ളതാണ്. 2-ാം പുസ്തകം 42-ാം സങ്കീർത്തനം തുടങ്ങി 72-ാം സങ്കീർത്തനം വരെയാണ്. ഇതിൻ്റെ വിഷയങ്ങൾ കഷ്ടപ്പാടുകൾ, വേദനകൾ, നിരാശകൾ, ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പല വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുമാണ് ഇതിൽ പ്രധാനമായി കാണുവാൻ കഴിയുന്നത്. 3-ാം പുസ്തകം 73-ാം സങ്കീർത്തനം തുടങ്ങി 89-ാം സങ്കീർത്തനം വരെയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന കഷ്ടതകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെയാണ് ഈ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിലുള്ള ആശ്രയം, ദൈവിക വിശ്വസ്തത, ദൈവിക പരിപാലനമൊക്കെയും ഇതിലുള്ള ഹൈലൈറ്റുകളാണ്. 4-ാം പുസ്തകത്തിൽ സങ്കീർത്തനം 90 മുതൽ 106 വരെയുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. ദൈവിക രാജത്വവും പരമാധികാരവും മഹത്വമേറിയ ഭരണത്തെക്കുറിച്ചും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 5-ാം പുസ്തകം സങ്കീർത്തനം 107 തുടങ്ങി 150 വരെയുള്ള ഭാഗങ്ങൾ. ഇതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധന അർപ്പിക്കുന്നു, ഇങ്ങനെയുള്ള വൈവിധ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. തുടർന്നുള്ള സീരീസുകളിൽ 150 അധ്യായങ്ങളും ഓരോന്നായി വിശദമായി പഠിക്കുമ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 150 സങ്കീർത്തനങ്ങൾ വേർതിരിച്ച് പഠിക്കുവാൻ കഴിയും. ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റെതായ സവിശേഷതകളും സ്വഭാവങ്ങളുമുണ്ട്. നാം അതനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ എഫക്റ്റീവായി തീരും. ഹിം സാംസ് അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ, ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് പ്രൈസ്. ആരാധന എന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവിക സ്വഭാവത്തെയും ദൈവിക പ്രകൃതിയെയും ആഘോഷിക്കുന്നതുമാണ്. ആരാധന പ്രകടിപ്പിക്കേണ്ടതാണ്. There should be a expression of praise. ഈ സ്തുതിഗീതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവിക ആരാധനകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്തതാണ് ആരാധന. ദൈവിക പ്രവൃത്തികൾ അതിഭയങ്കരമാണ്, മനുഷ്യ ബുദ്ധിയേക്കാളും അതീതമാണ്. ദൈവിക പ്രവൃത്തികളെ എങ്ങനെ ഒരു മനുഷ്യൻ കാണണമെന്നും അത് ആരാധനയിൽ എങ്ങനെ ഉൾപ്പെടുത്തണമെന്നൊക്കെയും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആരാധനയ്ക്കുള്ള ആഹ്വാനങ്ങൾ ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് നൽകുന്നു. ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, ഘോഷിക്കുക, അവൻ്റെ നാമത്തെ ഉയർത്തുക, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സന്തോഷങ്ങളും ദൈവത്തോടുള്ള നന്ദി പറച്ചിലും നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയുക മാത്രമല്ല, അത് നമ്മുടെ ആരാധനയിൽ പ്രകടമാകണം. ട്രൂ വർഷിപ്പ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് അവർ ലൈഫ് വിത്ത് താങ്ക്സ് ഗിവിങ്. നന്ദി സൂചകമായി നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ആരാധന. ഈ ഭാഗങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫെഷൻ, നമ്മുടെ ഏറ്റുപറച്ചിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനയിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. ഈ സങ്കീർത്തനങ്ങളിൽ ആരാധനയിൽ എങ്ങനെ നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ കഴിയുമെന്നൊക്കെയും നമുക്ക് പഠിക്കുവാൻ കഴിയും. ലാമന്റ് സാംസ്, വിലാപ സങ്കീർത്തനങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴുമായി നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നിരാശകൾ, ഇതൊക്കെയും പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വേദനയുടെയും ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ദൈവത്തോടുള്ള അപേക്ഷകളാണ് ഈ സങ്കീർത്തനങ്ങൾ. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ വിത്തൗട്ട് ഫിൽട്ടറിങ് ദൈവസന്നിധിയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് പറയുവാൻ കഴിയും. കഷ്ടത അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ കഷ്ടതയുടെ ആഴങ്ങളെക്കുറിച്ച് അറിയുവാൻ കഴിയത്തുള്ളൂ. സങ്കീർത്തനകാരൻ തൻ്റേതായ ജീവിതത്തിലുള്ള പലവിധമായ സാഹചര്യങ്ങൾ സഹിക്കുവാൻ കഴിയാത്ത
സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോടുള്ള നിലവിളികളാണ് ഈ സങ്കീർത്തന ഭാഗങ്ങൾ. ദൈവശാസ്ത്രപരമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, നീ എൻ്റെ കഷ്ടത കാണുന്നില്ലേ? നീ എന്നെ മറന്നു കളഞ്ഞുവോ? നീ മറഞ്ഞിരിക്കുന്നത് എന്ത്? ഇങ്ങനെയുള്ള ഒത്തിരി ഭാഗങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേ ഭാഗങ്ങളിൽ തന്നെ അതിൻ്റെ ഉത്തരവും നമുക്ക് വായിക്കുവാൻ കഴിയും. കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പിറുപിറുത്തു പോകാം, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാം. എന്നാൽ സങ്കീർത്തനകാരൻ ഇവിടെ പറയുന്നത്, കഷ്ടതകളുടെ നടുവിലും എന്നെ രക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കും, എന്നെ രക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ അന്വേഷിക്കും എന്നുള്ള ഭാഗങ്ങളൊക്കെയും ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും. വ്യക്തിപരമായി മാത്രമല്ല, സമൂഹം നേരിടുന്ന വിഷമസന്ധികൾ, അതിൽ നിന്ന് ഉയരുന്ന നിലവിളികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോട് നേരിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ്സ്, നമ്മുടെ പെറ്റീഷൻസ്, നമ്മുടെ വേദനകളൊക്കെയും അറിയിക്കുവാൻ കഴിയുമെന്ന് സങ്കീർത്തനങ്ങൾ നമുക്ക് മാതൃകയാകുകയാണ്. മാത്രമല്ല, പ്രതികൂലത്തിൻ്റെ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും, നിന്ദകളുടെ സമയത്ത് ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കും എന്നുള്ള ആശ്രയത്തിൻ്റെ വാക്കുകളും ഇവിടെ വളരെ ഹൈലൈറ്റായി കാണുവാൻ കഴിയും. നന്ദി പ്രകടിപ്പിക്കുന്ന സങ്കീർത്തനങ്ങൾ, താങ്ക്സ് ഗിവിംഗ് സാംസ്, ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, നന്ദി പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. ഇതിനെ സൂചിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾക്ക് നമ്മൾ എപ്രകാരം റെസ്പോണ്ട് ചെയ്യണമെന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടതകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ വി നീഡ് ടു സെലിബ്രേറ്റ്. നമ്മൾ ആഘോഷിക്കണം, നമ്മൾ ആരാധിക്കണം, നമ്മൾ സന്തോഷിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമ്പോൾ പരസ്യമായി സാക്ഷ്യം പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ there is public declaration of God's goodness. ദൈവം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് പരസ്യമായി നന്ദി പ്രകടിപ്പിക്കുന്നവരായിരിക്കണമെന്ന് സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനോപദേശം നൽകുന്ന സങ്കീർത്തനങ്ങൾ, വിസ്ഡം സാംസ്, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. ജീവിതത്തിൽ നീതിയുള്ളവരായിരിക്കണമെന്നും അധാർമികത നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണമെന്നും സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക നിയമം എന്തെന്നും ദൈവിക നീതി വചനത്തിൽ കൂടി എങ്ങനെ തെളിവാകുന്നുവെന്നും നമുക്കിതിൽ പഠിക്കുവാൻ കഴിയും. ദൈവിക മാർഗം ഏതെന്നും സത്യത്തിൽ എങ്ങനെ നടക്കാമെന്നും ദുഷ്ടന്മാർക്ക് വരുന്ന അനർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടി നമുക്ക് വായിക്കുവാൻ കഴിയും. ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും ദൈവിക കൽപ്പനകളെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. ദൈവിക കൽപ്പനകൾ നാം പ്രമാണിക്കണം. ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് ഈ ഭാഗങ്ങൾ വിളിച്ചു പറയുന്നു. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വരച്ച് കാണിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ. ദുഷ്ടതയെ പിൻപറ്റിയാൽ പ്രകൃതി പോലും നമുക്കെതിരെ തിരിയുമെന്ന് സങ്കീർത്തനങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോട് പ്രതിബദ്ധത ഉള്ളവരായിരിക്കണമെന്നും നീതിയുള്ളവരായിരിക്കണമെന്നും താഴ്മ ധരിക്കണമെന്നൊക്കെയും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വിളിച്ചു പറയുന്നു. ഈ ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക, ടു ഷോ റെവറൻസ് ടു ഗോഡ്, ദൈവത്തോട് ബഹുമാനം കാണിക്കുക എന്നുള്ള ഭാഗങ്ങൾ ഇവിടെ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. അടുത്ത ഭാഗം റോയൽ സാംസ് അഥവാ രാജകീയ സങ്കീർത്തനങ്ങൾ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേറ്റിംഗ് ദ കിങ്. രാജാവിനെ ആഘോഷിക്കുക, രാജത്വത്തിനെ ആഘോഷിക്കുക. ഇതിനെ ആസ്പദമാക്കിയാണ് ഈ ഭാഗം. ഇസ്രായേൽ രാജ്യത്തെ ഭരിക്കുന്ന രാജാവിനെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട്. ഒരു രാജാവിൻ്റെ റോൾ എപ്രകാരമായിരിക്കണമെന്നും രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. രാജകീയമായിരിക്കുന്ന ജീവിത ശൈലിയെ എടുത്തു പറയുന്ന പല ഭാഗങ്ങൾ ഇതിലുണ്ട്. കിരീടധാരണം, വാഴ്ച, യുദ്ധങ്ങൾ നേരിടുന്നത്, ഈവൻ വിവാഹ ആഘോഷങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു നീതിയായ രാജാവ് എങ്ങനെ ഭരിക്കണമെന്നും ആ രാജാവിൻ്റെ ഭരണത്തെ എങ്ങനെ പ്രകീർത്തിക്കുമെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മിശിഹ സങ്കീർത്തനങ്ങൾ
ഈ ഗണത്തിൽപ്പെട്ടവയാണ്. പ്രവചന ഭാഗങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പല ഭാഗങ്ങൾ ഇതിലുണ്ട്. യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതം, തൻ്റെ മരണം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, ഇതിനെക്കുറിച്ചൊക്കെയും ഇതിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവിക രാജ്യത്വത്തെ ആഘോഷിക്കുന്ന എൻത്രോൺമെൻറ്റ് സാംസ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇറ്റ് സെലിബ്രേറ്റ്സ് ഗോഡ്സ് റെയിൻ. തിന്മയുടെ സ്വാധീനം വർദ്ധിക്കുകയും എല്ലാം അസ്വാഭാവികമായി തോന്നുന്ന നേരത്തും ദൈവിക രാജ്യത്വം, ദൈവിക വാഴ്ച ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. ദൈവിക ശക്തിയെയും മഹത്വത്തെയും ബഹുമാനത്തെയും വാഴ്ത്തിപ്പാടുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ സാർവലൗകികമായിരിക്കുന്ന ജനതയെ ആരാധനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനങ്ങളായി നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. സയോൻ സാംസ്, സിയോൻ സങ്കീർത്തനങ്ങൾ. ഇറ്റ് ഈസ് അബൌട്ട് സെലിബ്രേറ്റിംഗ് ഗോഡ്സ് സിറ്റി. ദൈവിക രാജ്യത്തെ വാഴ്ത്തിപ്പാടുന്ന സങ്കീർത്തനങ്ങൾ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന രീതിയിൽ യെരുശലേമിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണിത്. യെരുശലേമിൽ ദേവാലയത്തിൽ ഇറങ്ങുന്ന ദൈവിക സാന്നിധ്യം, ദൈവിക തേജസ്സിനെ കുറിച്ചൊക്കെയും വളരെ ഭംഗിയായ രീതിയിൽ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു. സിയോൻ സങ്കീർത്തനത്തിൽ യെരുശലേമിന് ദൈവമക്കളും ദൈവവുമായി തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഇടമാണ് യെരുശലേം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വിളിച്ചറിയിക്കുന്ന ഭാഗങ്ങളാണ് ഈ സങ്കീർത്തനം. യെരുശലേമിൽ കടന്നു വരുമ്പോൾ ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവിടെ വർണ്ണിക്കും. നമ്മൾ ആരാധിക്കുന്ന സ്ഥാനം എത്രത്തോളം പവിത്രമായിരിക്കണം, എത്രത്തോളം വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം പാവനമായി നാം സൂക്ഷിക്കണമെന്ന് ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നമുക്ക് വ്യക്തമാക്കുന്നു. ഈ ഭാഗങ്ങൾ നേരത്തെ നമ്മൾ ചിന്തിച്ച മിശിഹാ സങ്കീർത്തനങ്ങളുമായി ബന്ധിപ്പിച്ച് പഠിക്കുവാൻ കഴിയുന്നതാണ്. പ്രാവചനികമായിരിക്കുന്ന ശബ്ദങ്ങൾ ഇതിലുണ്ട്. നിത്യതയെക്കുറിച്ച്, നിത്യമായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. തീർത്ഥാടന സങ്കീർത്തനം, പിൽഗ്രിം സാംസ്, സാംസ് ഓഫ് അസെൻറ്റ്, ഉയർച്ചയുടെ പടികൾ കയറുന്ന, യെരുശലേം ദേവാലയത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ പാടുന്ന സങ്കീർത്തനങ്ങൾ. യഹൂദന്മാർ പലയിടത്തും ചിതറിപ്പോയിരുന്നു. എന്നാൽ ഓരോ ഉത്സവകാലങ്ങളാകുമ്പോൾ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്ന പതിവുണ്ടായി. ആ സമയത്ത് പാടിയിരുന്ന സങ്കീർത്തന ഭാഗങ്ങൾ, ആരാധനകൾക്ക് കടന്നു പോകുമ്പോൾ വഴി മധ്യേ അവർ പാടിയിരുന്ന ഭാഗങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. വളരെ പ്രതീക്ഷാ നിർഭരമായിരിക്കുന്ന ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ആ ഒരു സന്തോഷത്തെ പ്രകടമാക്കുന്ന, ആ ഒരു ദാഹത്തെ അല്ലെങ്കിൽ വാഞ്ചയെ പ്രകടമാക്കുന്ന ഭാഗങ്ങളാണിത്. ദൈവത്തെ ആരാധിക്കുവാൻ കൂട്ടമായി കടന്നു പോകുന്ന അനുഭവങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് വ്യക്തിപരമാണ്, എന്നാൽ ഒരുമിച്ചുള്ള ആരാധന, കൂട്ടായ്മ ബന്ധങ്ങളെ, അതിൻ്റെ പ്രാധാന്യത ഇത് വിളിച്ചറിയിക്കുന്നു. ഒരു സ്വരത്തോടെ ഈ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഈ ദൈവമാണ് ഞങ്ങളുടെ പാറ എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം ഇതിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും. യെരുശലേം എന്ന ആരാധന സ്ഥലത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. ഇവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ആരാധിക്കുവാൻ. യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ, യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള അവർ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ അവരുടെ വാഞ്ച ഒന്നു മാത്രമാണ്, ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിച്ചറിയണം. ഈ സങ്കീർത്തന ഭാഗങ്ങൾ അങ്ങനെ നമ്മെ പ്രബോധിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. ആരാധനപരമായിരിക്കുന്ന സങ്കീർത്തനങ്ങൾ, ലിറ്റർജിക്കൽ സാംസ്, സാംസ് ഫോർ വർഷിപ്പ്,
ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിനൊരു ക്രമമുണ്ട്. ക്രമം തെറ്റി ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. ജീവിത വിശുദ്ധി അതിന് പ്രധാനമാണ്. ആരാധനകളിൽ നമ്മൾ കടക്കുമ്പോൾ അതിനൊരു ക്രമമുള്ളതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രസക്തി കുറഞ്ഞു പോയിട്ടില്ല. ആരാധനകൾക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം സ്വീകരിക്കുന്ന ആരാധനകൾക്കൊരു ക്രമമുണ്ട് എന്ന് ഈ ഭാഗങ്ങളിൽ വിളിച്ചറിയിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ യഹൂദ ആരാധനകളിൽ പ്രധാനമായി ഉരുവിടുന്ന ഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ സങ്കീർത്തനങ്ങളൊക്കെയും ആരാധനകൾക്ക് വാക്യപ്രതിവാക്യമായി റെസ്പോൺസീവായി നമ്മൾ വായിക്കാറുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ സങ്കീർത്തന ഭാഗങ്ങൾ കമ്മ്യൂണലായി ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് കൂടുമ്പോൾ അവർ ഏറ്റുപറയുമായിരുന്നു. സങ്കീർത്തനങ്ങൾ സഭാമധ്യേ ഏറ്റുപറയുന്ന അനുഭവങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. ആരാധനകൾ നാം ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോൾ ദൈവമായിട്ടുള്ളൊരു നേരിട്ട അനുഭവം നമുക്കുണ്ടാകുമെന്നും ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പശ്ചാത്താപ സങ്കീർത്തനങ്ങൾ, പെനിറ്റൻഷ്യൽ സാംസ്, ക്രൈസ് ഫോർ ഫർഗീവ്നെസ്. പാപം ചെയ്ത വ്യക്തികൾ ദൈവസന്നിധി നിലവിളിക്കുകയും ദൈവത്തോട് ക്ഷമാപണം ചോദിക്കുകയും ചെയ്യുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിയുമ്പോഴാണ് നാം പാപികളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബലഹീനതകൾ, കുറവുകൾ ഒക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയണമെന്ന് ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് ക്ഷമ ലഭിക്കുമെന്ന് ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം നമ്മുടെ പാപങ്ങളെ മറച്ചു കളയുന്നവനാണ്, നമ്മുടെ പാപങ്ങളെ മറന്നു കളയുന്നവനാണെന്നൊക്കെയും ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമായുള്ള ബന്ധത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ, ദൈവമായുള്ള ബന്ധത്തിൽ അകൽച്ചകൾ സംഭവിക്കുമ്പോൾ ഓടി മടങ്ങി വന്ന ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിക്കും. ദൈവം പാപത്തെ വെറുക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ അവന് കഴിയത്തില്ല. വിശുദ്ധിയുള്ള ദൈവമാണ്. എന്നാൽ വാസ്തവത്തിൽ അനുദപിക്കുന്നവരുടെ ഹൃദയത്തെ കാണുന്ന കർത്താവാണ് എന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇംപ്രിക്കേറ്ററി സാംസ്, ശാപസങ്കീർത്തനങ്ങൾ. ഈ ഭാഗങ്ങൾ ദൈവിക നീതിക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. അനീതി ചെയ്യുന്നവർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ എന്നുള്ള കരച്ചിലിൻ്റെ ശബ്ദമാണ് ഈ ഭാഗങ്ങളിൽ കൂടി നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവികമായ ന്യായം വെളിപ്പെടുത്തണമേ എന്നുള്ള അഭയാചന ഈ ഭാഗങ്ങളിലുണ്ട്. മനുഷ്യൻ്റെ വികാര വിസ്ഫോടനത്തെ വിളിച്ചറിയിക്കുന്ന ഭാഗങ്ങളാണിവിടെ. കോപത്തോടെ ദൈവമേ ഇറങ്ങി വരണമേ എന്നൊക്കെയും പറയുന്ന ഭാഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കോപം ഇവരുടെ മേൽ വെളിപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനകളൊക്കെയും ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും. ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ, ജീവിതത്തിൽ വരുന്ന വേദനകളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളൊക്കെയും എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണിവിടെ. ആ വേദനയിൽ ദൈവത്തോട് പറയുമ്പോൾ നമുക്കത് ശാപവാക്കുകളായിട്ട് തോന്നുമെന്നാൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റായി മുഴുവനുമായി വായിക്കുമ്പോൾ അവിടെ ദൈവമേ നിൻ്റെ നീതി വെളിപ്പെടണമേ, ഒരു മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് മടങ്ങി വരണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആ ഓരോ ഭാഗങ്ങൾ അവസാനിക്കുന്നത്. അടുത്തതായി ചരിത്ര സങ്കീർത്തനങ്ങൾ, ഹിസ്റ്റോറിക്കൽ സാംസ്. ഇറ്റ് ഇസ് എ റിമൈൻഡർ ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവിക വിശ്വസ്തതയെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. പുരാതന ഇസ്രായേൽ രാജ്യവുമായി ബന്ധപ്പെട്ട അനേക വിഷയങ്ങളിൽ ദൈവിക മഹാ അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യ ചിന്തകളെക്കാളും ഉയർന്നതാണ് എന്നുള്ള ഭാഗങ്ങൾ ഇവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, മരുഭൂ സമമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ അവിടെയും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരത്തെ ഇതിൽ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. മരുഭൂമി ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഇതിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ. അപ്പോൾ തന്നെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അനുസരണക്കേടിനെ ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഇവിടെ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും.
ദൈവം ഉടമ്പടികളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വാഗ്ദത്തത്തിൻ്റെ ദൈവമാണ്. ദൈവിക ഉടമ്പടികളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന ഭാഗങ്ങൾ ഇവിടെയുണ്ട്. തിയോളജിക്കൽ ഫൗണ്ടേഷൻ സാംസ്, നാം വിശ്വസിക്കുന്ന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങൾ. ഇറ്റ് ഈസ് എൻ അഫർമേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നാം വിശ്വസിക്കുന്നത് എന്തോ അതിനെ ഉറപ്പിക്കുന്ന, അതിനെ കൺഫസ് ചെയ്യുന്ന, ഏറ്റുപറയുന്ന സങ്കീർത്തന ഭാഗങ്ങളാണിത്. ദൈവസൃഷ്ടിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവിക പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന, ഉറപ്പിക്കുന്ന, ഏറ്റുപറയുന്ന സങ്കീർത്തന ഭാഗങ്ങളാണിത്. മനുഷ്യൻ ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ഈ ഭാഗങ്ങൾ അത് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും നാം ഇന്ന് കാണുന്ന പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവിരുതാണെന്നും ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് നിത്യമായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണെന്നും ഇതിൽ വരുന്ന താളപ്പിഴവുകൾ എങ്ങനെ ശരിയാക്കണമെന്നും ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് നാം കാണിക്കേണ്ട ബഹുമാനം, ഭയത്തോടെ വിറയലോടെ ദൈവത്തെ സേവിക്കണമെന്നൊക്കെയുമുള്ള വാക്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് വായിക്കുവാൻ കഴിയും. അവസാനമായി എസ്കറ്റോളജിക്കൽ ഹോപ്പ് സാംസ്, ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങൾ നൽകുന്ന സങ്കീർത്തനം. വിഷൻസ് ഓഫ് ഫ്യൂച്ചർ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിനെക്കുറിച്ച് ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു യഥാസ്ഥാനമുണ്ടെന്നും നാം ഇന്ന് കാണുന്ന ഈ ലോകം താൽക്കാലികമാണെന്നും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വിളിച്ചു പറയുന്നു. ദൈവത്തിലുള്ള ആ ഒരു പൂർണ്ണ നിശ്ചയത്തെക്കുറിച്ച് ഈ സങ്കീർത്തന ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള ആ ദർശനങ്ങൾ ഈ ഭാഗങ്ങൾ വ്യക്തമാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ നിത്യതയെ ആത്മകണ്ണുകൊണ്ട് കാണുവാൻ പ്രേരിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ് ഇവിടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട തരത്തിലുള്ള സങ്കീർത്തനങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ 150 സങ്കീർത്തനങ്ങളും ഈ രീതിയിൽ നമ്മൾ ഓരോന്ന് തരംതിരിച്ച് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടി വ്യക്തത നമ്മുടെ പഠനങ്ങളിൽ ഉണ്ടാകും. സങ്കീർത്തനം യഹൂദ പാരമ്പര്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അവിടെ ആരാധനകളിൽ വളരെ ആഴമേറിയ അനുഭവത്തിലേക്ക് സങ്കീർത്തന ഭാഗങ്ങൾ കൊണ്ടുപോകുന്നു. തെഹില്ലീം അഥവാ ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ അവരുടെ ജീവിത ശൈലി തന്നെയായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളായിരുന്നു സങ്കീർത്തനം. ഇന്നും നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ സങ്കീർത്തനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ കൂടിവരവുകളിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ബന്ധത്തിലും സങ്കീർത്തനം വളരെയധികം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ കാലത്ത് ആരാധനകളിൽ ഗാനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ടല്ലോ. നമ്മുടെ ഗാനങ്ങളിൽ മിക്കതും സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ദൈവദാസന്മാർക്ക് മാർഗനിർദ്ദേശമായി തീരുന്ന സങ്കീർത്തനങ്ങൾ അതേസമയം തന്നെ വിശ്വാസ സമൂഹത്തെ നിലനിർത്തുന്നതുമാണ് ഈ സങ്കീർത്തന ഭാഗങ്ങൾ. സങ്കീർത്തനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെതായ പ്രാധാന്യം എന്തല്ല. സങ്കീർത്തനം ആത്മാവിൻ്റെ കണ്ണാടിയാണ്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. സങ്കീർത്തനം ആത്മീയ പോഷണം നൽകുന്ന ഒരു ഉറവിടമാണ്. ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു ടൂളാണ് സങ്കീർത്തനം. ഏതെല്ലാം സാഹചര്യത്തിലാണ് നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയുക? നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ വേളകളിൽ നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുവാൻ കഴിയും. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉല്ലാസവേളകളിൽ നമുക്ക് സങ്കീർത്തനം വായിക്കുവാൻ കഴിയും. ജീവിതത്തിൽ അടുത്ത തലത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അറിയാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അനിശ്ചിതത്തിൻ്റെ വേളകളിൽ സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് വായിക്കണം. ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, പശ്ചാത്താപത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ സങ്കീർത്തന ഭാഗങ്ങൾ നാം വായിക്കണം. സങ്കീർത്തനം വായിക്കുന്നതിന് പ്രത്യേക സമയമില്ല. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ സമയം കിട്ടുമ്പോഴൊക്കെയും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് കഴിയും. ജീവിതത്തിൻ്റെ പലവിധമായ സീസണുകളിൽ സങ്കീർത്തനം വായിക്കുവാൻ കഴിയും. ജീവിതത്തിൽ ടെൻഷൻ അനുഭവിക്കുമ്പോൾ, ഉത്കണ്ഠ അനുഭവിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലും സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ശരിയായുള്ള ദിശാബോധം നമുക്കത് നൽകുന്നു. രോഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങൾ നാം കാണാതെ പഠിക്കുന്നത്, ഹൃദ്യസ്ഥമാക്കുന്നത് അത് ഏറ്റവും ഉത്തമമായിരിക്കും. ഈ എപ്പിസോഡിൽ സങ്കീർത്തനത്തിൻ്റെ ഇൻട്രഡക്ഷൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. വരും ദിവസങ്ങളിൽ 150 സങ്കീർത്തനങ്ങൾ ഓരോ എപ്പിസോഡായി നമ്മൾ ഒരുമിച്ച് പഠിക്കും.
ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.